ഹരേ കൃഷ്ണ. ഇന്ന് കാലഭൈരവ ജയന്തിയാണ്. ഭഗവാൻ മഹാദേവന്റെ ഏറ്റവും വലിയ ഉഗ്രരൂപങ്ങളിൽ ഒന്നാണ് കാലഭൈരവൻ. കാലത്തെയും വിനാശത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദേവനായിട്ടാണ് കാലഭൈരവനെ നമ്മൾ കാണുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ അഹന്തയെ നിഗ്രഹിക്കാനായിട്ട് ഭഗവാൻ മഹാദേവൻ ഉൾക്കൊണ്ട രൂപമാണ് കാലഭൈരവൻ എന്നത്. ഈ കാലഭൈരവ രൂപം നമ്മൾ മനുഷ്യരുടെയും തലവിധിയെ അടക്കം അനുകൂലമാക്കാൻ സഹായിക്കും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. കാലത്തിന്റെ ദേവനായതുകൊണ്ട് തന്നെ രാഹു മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾക്കും ശനിദോഷങ്ങൾക്കും മാത്രമല്ല മരണഭയങ്ങൾക്കും വരെ കാലഭൈരവനെ ഉപാസിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ഭഗവാൻ ശനീശ്വരന്റെ ഗുരുവാണ് കാലഭൈരവൻ. അതുകൊണ്ട് തന്നെ കാലഭൈരവ സ്വാമിയുടെ ഉപാസകർക്ക് ശനിദോഷത്തിൽ നിന്ന് ഒരു ആക്കം ലഭിക്കുമെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഏതൊരു യാത്രകൾക്ക് മുമ്പും കാലഭൈരവ സ്വാമിയെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോൾ അത് ശുഭമായി വന്നു ചേരും എന്നൊരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്.